ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയുന്നതാണ് മീൻ എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുന്നത് എന്നുള്ളതൊക്കെ, പക്ഷേ അറിയാത്തവരായിട്ട് കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. ഇത്തിരി സ്പെഷ്യലായിട്ട് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൂടെ വെക്കുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു ഫിഷ് നമ്മുടെ അയിലപ്പാര എന്ന് പറയുന്ന ഫിഷാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഫിഷിൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ ഫിഷിൻ്റെ പേരൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ കരിമീനൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഫിഷ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഈ ഒരു മീൻ പൊള്ളിച്ചത്. ഈവൻ നമുക്ക് അയിലയിലാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 ഫിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉൾവശത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ആഴത്തിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മളതിൽ പുരട്ടാൻ പോകുന്ന മസാലയ്ക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ 2 ഫിഷാണ് നമുക്ക് വേണ്ടത്. ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എരിവും ഒക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള മുളക് പൊടി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ്, അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നാരങ്ങ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു 1 ടീസ്പൂൺ നമ്മുടെ വൈറ്റ് വിനീഗർ, അതായത് സുർക്ക ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. അതായത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ കേട്ടോ, സൺഫ്ലവർ ഓയിലൊന്നുമല്ല, സാധാ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫിഷിൽ മസാല പുരട്ടി വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഇത്തിരി കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് ഈ ഒരു രീതിയിൽ കുറച്ച് കട്ടിക്കായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒത്തിരി ലൂസായിട്ട് പോകരുത് കേട്ടോ. നമ്മൾ ഈ ഒരു മസാല നമ്മളിപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 ഫിഷിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള കട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഫിഷിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ആ ഒരു ഉൾവശം ഉണ്ടല്ലോ, ആ ഉൾവശത്തേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കട്ടോ. അപ്പോഴാണ് നമ്മളിത് പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക, മസാലയൊക്കെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട്. അപ്പോൾ ഇത് ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയല്ല കേട്ടോ, തിരിച്ചും മറിച്ചിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് ഫുള്ള് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ, സൺഫ്ലവർ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള 2 ഫിഷിനെയും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു വശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു വശം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഇനി നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്, അതൊന്നും നന്നായിട്ട് അതിലേക്ക് പിടിക്കില്ല, അപ്പോഴേക്കും ഫിഷ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന രീതിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വശം കൂടെ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ തീയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പം പാനിൽ നിന്ന് മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഓയിലുള്ളൂ, അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഫിഷൊക്കെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ മീനിങ്ങനെ പൊതിഞ്ഞെടുക്കാനുള്ള നമ്മുടെ മസാലയാണ് ഇനി നമ്മൾ അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല തനി നാടൻ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം തന്നെ ഉള്ളി വേണം. അപ്പോൾ ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയുള്ളിയാണ് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 10-35ഓളം ചെറിയുള്ളി ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ അത് കുറവായി തോന്നിയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള കൂടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് തന്നെ കൂടുതൽ എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്.
അടുത്തത് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിയൊക്കെയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, വലിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2-3 ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക്, അതായത് ഹോൾ പെപ്പർ കോൺസ് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, ചെറിയ ജീരകം അല്ല കേട്ടോ ചേർക്കുന്നത്, ഫെനൽ സീഡ്സ് ആണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിപ്പം ചതച്ചെടുക്കുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ചേർക്കുകയാണ്. ഇത്തിരി ഐറ്റംസ് നമ്മളൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്നാമത് ഉള്ളിയും അതുപോലെ ഇതും നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കി തുടങ്ങാം. ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ മുഴുവനായിട്ടും വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അതായത് ചെറിയ ഉള്ളിയും സവാളയും കൂടെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൊണ്ട് ചേർത്തിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് കുഴഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പം നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെയാണ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ കുറച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് പിന്നെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പരുവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുരുമുളക്, വലിയ ജീരകം ഇത്രയും ചതച്ചെടുത്തുള്ളതാണ്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം നല്ല പോലെ അതിൻ്റെ ഒരു പച്ചമണക്കം ഒന്ന് മാറി കിട്ടുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് എടുത്തു വെച്ചുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ പച്ചമുളക് ഞാൻ ചതച്ച് ചേർക്കാതിരുന്നത് എരിവ് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറ്റൽമുളക് ചതച്ചെടുത്തുള്ളതാണ്, അതായത് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊരു മൂത്ത് വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ വളരെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 തക്കാളി വരെ വേണം. അത്യാവശ്യം കുറച്ച് പഴുത്തിട്ടൊക്കെ ഉള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത് തക്കാളി കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന വരെ വഴറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തീരൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ, തക്കാളി ഒന്ന് പെട്ടെന്ന് കുഴഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ അടി പിടിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നമ്മുടെ ആ ഒരു മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പോളം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം നമ്മൾ 2ാം പാലല്ല ചേർക്കുന്നത്, നല്ല കട്ടിയായിട്ടുള്ള 1ാം പാൽ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒത്തിരി സമയത്ത് തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഞാനതിലേക്ക് ഒരു 2-3 നുള്ളു നമ്മുടെ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിയാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഏറ്റവും ഫൈനലായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറാണ്. ഈ ഒരു ഗരം മസാല പൗഡർ നമ്മൾ ചേർക്കുമ്പം കുറച്ച് ചൂടാക്കി എടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. ഒത്തിരി ചേർക്കാനും പാടില്ല, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഗരം മസാല പൗഡർ ചേർക്കരുത്. ഇത് മാത്രമല്ല നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒത്തിരി സമയം തിളപ്പിക്കരുത്. ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്കും തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മീനും അതുപോലെ തന്നെ നമ്മുടെ മസാലയും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള വാഴയിലുണ്ടല്ലോ അതൊന്ന് വാട്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഴയിൽ വാട്ടിയെടുക്കാനൊക്കെ ഒട്ടുമിക്കവർക്കും അറിയുന്നുണ്ടാകും. പക്ഷേ എന്നെപ്പോലെ അറിയാത്തവരുണ്ടെങ്കിലോ ഞാനൊക്കെ ആദ്യം എപ്പോഴും ചെയ്യുന്നത് തീ അങ്ങ് ഓൺ ചെയ്തിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് വെക്കും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒത്തിരി അടുത്ത് വെക്കരുത്, കുറച്ച് വിട്ട് പിടിച്ചിട്ട് വാട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വാഴയില വാട്ടിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ വാഴയിലൊക്കെ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും കുറച്ച് മസാല എടുത്തിട്ട് ഈ ഒരു വാഴയിലിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ മസാല കണ്ടില്ല നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷിനെ ഇതിൽ ഭംഗിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ഈ ഒരു മസാലയിൽ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ ഫിഷിനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 തക്കാളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. അതൊക്കെ എക്സ്ട്രാ ഭംഗിക്കാണ് കേട്ടോ, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് 1-2 പച്ചമുളകും കൂടെ കീറിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വാഴയില വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ 2 വശത്തൊന്നും കവർ ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു 2 സൈഡും കൂടെ നന്നായിട്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഫിഷിൻ്റെ വാൽഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കീറാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊതിഞ്ഞ് കൊടുക്കുക. കണ്ടല്ലോ താഴെ ലീക്കൊന്നുമില്ല, അതൊക്കെ ഒന്ന് നോക്കണേ, എവിടെയെങ്കിലും കീറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വാഴയിലിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ 3 ത്രെഡ് ഉണ്ടായിരുന്നത്, അതായത് ആ വാഴൻ്റെ ആരുണ്ടല്ലോ അതൊന്ന് ഞാൻ വലിച്ചപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പൊതിഞ്ഞെടുക്കുന്നത് നമ്മുടെ സാധാ നൂലുണ്ടല്ലോ, നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന നൂല്, അത് 2-3 മടക്കാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ നന്നായി കവർ ചെയ്ത് ഇവിടെ പൊതിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഏത് പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു പൊതി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വാഴയിലൊന്നും കയ്യിലില്ല എങ്കിൽ നമ്മുടെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം. നമ്മൾ ഒത്തിരി മുമ്പ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇത് വാഴയിലയാണ്, അത് ഫോയിൽ പേപ്പറാണ്, അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡയറക്റ്റ് അങ്ങനെ ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ 2 വശവും ഒരു 10 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അത്രയും മതിയാകും. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പം വാഴയില അവിടെ ഇവിടെയൊക്കെ കീറിപ്പോവും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മസാലയിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിക്ക് തന്നെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് 2 വശവും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് 2 വശവും കൂടെ നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം നമ്മളിപ്പം ചട്ടിയിൽ വെച്ചിട്ട് ഒരു 10-18 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ വാഴയിലേക്ക് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വാഴയിലിങ്ങനെ ചൂടായി ഇങ്ങനെ വാടി വരുമ്പോഴുള്ളൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത് ഒരു പാത്രത്തിലേക്ക് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത് എപ്പടി ഇരിക്കും എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ലാസ്റ്റ് വെച്ചിട്ടുള്ള തക്കാളി പോലും കുഴഞ്ഞ് നന്നായിട്ട് അതിനോട് അങ്ങ് ചേർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മുടെ ഫിഷിനെ കാണാനേ ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് അതിലിങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മസാല നല്ല ഫ്ലേവറാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ മീൻ പൊള്ളിക്കാന്ന് പറയുമ്പം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. ട്രൈ ചെയ്യാത്തവർ കേട്ടോ, ഇതുവരെ ചെയ്യാത്തവർ. മുമ്പ് പുറത്തുനിന്നൊക്കെ കഴിച്ചവരാണെങ്കിലും നിങ്ങളത് വളരെ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. നല്ല സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ വാഴയിലയും അതുപോലെ നല്ലൊരു ഫിഷൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റിൽ വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.